ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 12-13 തീയതികളിൽ ആലപ്പുഴയിൽ ജനസംഗീത ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ സർവോദയപുരം സോഷ്യോ എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ വിവിധ ജില്ലകളിൽ നിന്നായി 70ഓളം കലാകാരന്മാർ പങ്കെടുക്കും. ദേശീയതലത്തിൽ 2026 ഓഗസ്റ്റ് 15 വരെ നീണ്ടുനിൽക്കുന്ന സദ്ഭാവ എന്ന പരിപാടിയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുള്ള ജനസംഗീതം പരിശീലിപ്പിക്കുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. വിപ്ലവ ഗായിക PK മേദിനി മുഖ്യപ്രഭാഷണം നടത്തും. VT മുരളിയാണ് ക്യാമ്പ് ഡയറക്ടർ. ഇന്ത്യൻ പീപ്പിൾ തിയേറ്റർ അസോസിയേഷൻ കേരള സംസ്ഥാന കമ്മിറ്റി ആലപ്പുഴ വെച്ച് ജൂലൈ മാസം 12-13 തീയതികളിൽ ജനസംഗീത ശില്പശാല ഒരു പാട്ടുകാരുടെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്റ്റയുടെ കഴിഞ്ഞകാല 8 പതിറ്റാണ്ടിൻ്റെ ചരിത്രം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ രൂപം കൊണ്ട് അതിനുശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ കലാകാരന്മാരും പാട്ടുകാരുമെല്ലാം നേതൃത്വം കൊടുത്ത് രൂപപ്പെടുത്തിയ ഈ ജനകീയ തിയേറ്റർ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലാകമാനം എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു കലാപ്രസ്ഥാനമായി ജനകീയ കലാപ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. കേരളത്തിലും അതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിയേറ്റർ പ്രസ്ഥാനത്തിൻ്റെ ജനകീയ തിയേറ്റർ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടൽ കുറച്ചുകൂടി ജനകീയമാക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുമായി കുറച്ചുകൂടി ഇടപെടുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ 12-13 തീയതികളിൽ നമ്മുടെ ആലപ്പുഴയിൽ സോഷ്യോ എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ ഹാളിലാണ് സർവോദയപുരത്ത് ഈ സംഗീത ശില്പശാല നടക്കുന്നത്. ഇപ്റ്റയുടെ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട TS സന്തോഷ് കുമാറിൻ്റെ പേരിലുള്ള നഗരിയിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്തരായ ജനകീയ പാട്ടുകാരും കലാകാരന്മാരും ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്.